ഏവർക്കും പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മികവുറ്റ നടനായ ശ്രീ സുരേഷ് ഗോപിക്കും വന്ദനം. വീണ്ടും വന്ദനം. ന്യൂസ് 18 എന്ന മലയാളം ചാനലിൽ ഒരു ദൃശ്യം കണ്ടതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. ഇന്ന് ഹോസന്ന ഞായറാഴ്ച. ഹോസന്ന ഞായറാഴ്ചയുടെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ പൂർത്തിയാക്കി എന്ന് സ്പഷ്ടമായി ബോധ്യമായപ്പോൾ ദൈവഹിതപ്രകാരം അവൻ യെരുശലേമിലേക്ക് കടന്നു വരികയും ആ കടന്നുവരവിൻ്റെ ഐതിഹാസികമായ പ്രത്യേകതയും ഗാംഭീര്യവും അതിൻ്റെ ദീർഘകാല പ്രസക്തിയുടെ സൂചനയെന്ന നിലയിൽ ഒരു രാജകീയ ഘോഷയാത്ര പോലെ രാജധാനിയിലേക്ക്, അതുവരെയും രാജധാനിയെ ഒഴിച്ച് മറ്റ് സ്ഥലങ്ങളിൽ മാത്രം തൻ്റെ പരസ്യ ശുശ്രൂഷ കേന്ദ്രീകരിച്ചിരുന്ന യേശു രാജധാനിയിലേക്ക് ജൈത്രയാത്ര നടത്തുന്ന അവിസ്മരണീയമായ ഒരു സംഭവമാണ്. ഇതൊരു വലിയ ഘോഷയാത്രയായി യേശു വിഭാവന ചെയ്തില്ല എങ്കിലും, അല്ലെങ്കിൽ അതിന് അനുസൃതമായ സജ്ജീകരണങ്ങൾ ചെയ്തില്ല എങ്കിലും, ഈ വലിയ മനുഷ്യത്വ പ്രഭ തലസ്ഥാന നഗരിയിലേക്ക് വരുന്നു എന്ന ശ്രുതി കേട്ട് ജനം ഓരോരുത്തരായി സ്പോണ്ടേനിയസായി, ആരും അവരെ മൊബിലൈസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ആർക്കും 500 രൂപയും കള്ളും കൊടുത്തു കൊണ്ടുവരേണ്ടി വന്നില്ല. അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചെയ്യുന്നത് പോലെ കള്ളും ബിരിയാണിയും കൊടുത്തു കൊണ്ടുവന്ന് വരേണ്ടി വന്നില്ല. അവർ സ്വമേധയെ ആവേശത്തോടുകൂടെ ഹോസന്ന വിളിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്ന, അനുധാവനം ചെയ്യുന്ന ഒരു പക്ഷേ സമാനതയില്ലാത്ത ഒരു സംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കൽ ദിവസമാണിന്ന്. ഇതിനെപ്പറ്റി 1-2 കാര്യങ്ങൾ കൂടെ ഞാൻ ഇതിൽ സൂചിപ്പിക്കുന്നതായിരിക്കും. തൽക്കാലം ഞാൻ മറ്റൊരു ദിശയിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെലുത്തുകയാണ്, തിരിക്കുകയാണ്. ഞാൻ ന്യൂസ് 18 കണ്ട ദൃശ്യത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സമർത്ഥ നടനായ, രാഷ്ട്രീയത്തിലും തൻ്റെ നാട്യകല അല്പം പോലും മങ്ങലേൽക്കാതെ കാത്തു സൂക്ഷിക്കുന്ന ശ്രീ സുരേഷ് ഗോപിയും ഈ ഹോസന്ന ഞായറാഴ്ച ഭക്തജനങ്ങളുടെ കൂടെ കുരുത്തോല പിടിച്ച് പങ്കെടുക്കുന്നതിന് വേണ്ടി ദ സേക്രഡ് ഹാർട്ട് ലാറ്റിൻ ചർച്ച് തൃശ്ശൂരിൽ അവിടെ സന്നിഹിതനായിരുന്നു. അത് അതിസമർത്ഥമായിട്ടാണ് മാധ്യമം ഇത് കൈകാര്യം ചെയ്തത്. അത് മനഃപൂർവ്വമാണോ ആകസ്മികമാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കണ്ട കാര്യം മാത്രമാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നിങ്ങളും ഇത് കണ്ടു കാണും. ഒരുപക്ഷെ ഇത് യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ നിങ്ങൾ നിശ്ചയമായും കാണുമ്പോൾ ഞാൻ പറയുന്നതിൻ്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ മനസ്സുകൊണ്ട് ഇത് വിഭാവന ചെയ്താൽ ശ്രീ സുരേഷ് ഗോപി തൻ്റെ വിലയേറിയ വാഹനമായ ടൊയോട്ട ഫോർച്യൂണറിൽ അവിടെ വന്നിറങ്ങുന്നു. അപ്പോൾ അദ്ദേഹം വരുമെന്ന പ്രതീക്ഷയിൽ മാധ്യമങ്ങളുടെ ക്യാമറ അവിടേക്ക് ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അദ്ദേഹം ഭക്തജനത്തിൻ്റെ കൂടെ ക്യൂ നിൽക്കുന്നു. ആ സമയത്ത് മൈക്കിൽ കൂടെ, PA സിസ്റ്റത്തിൽ കൂടെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു പുരോഹിതൻ വേദപുസ്തകം വായിക്കുന്നു. ആ സുരേഷ് ഗോപി ദേവാലയത്തിൻ്റെ അടുത്തേക്ക് പുരോഗമിക്കുമ്പോൾ പുരോഹിതൻ വായിക്കുന്ന ഭാഗം, നിങ്ങൾ പോയി ആ കഴുതക്കുട്ടിയെ അഴിച്ച് ഇവിടെ കൊണ്ടുവരുവീൻ എന്ന ഭാഗമാണ്. ഇത് തികച്ചും ആകസ്മികമാണ് എന്നാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത്. അങ്ങനെയല്ല, ഇതിലേതോ രഹസ്യമായ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നുവെന്ന് ആര് പറഞ്ഞാലും അത് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം ആ സാഹചര്യം അതിന് അനുവദിക്കാത്തത് കൊണ്ട് തന്നെയാണ്.
ഇത് ഇത്രയും മാത്രം കാണിച്ച ശേഷം ക്യാമറ സുരേഷ് ഗോപിയുടെ മുഖത്ത് നിന്ന് മാറ്റി മറ്റൊരു രാഷ്ട്രീയ നേതാവിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ തിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, തൃശ്ശൂരെ തന്നെ ഒരു കാൻഡിഡേറ്റായ മുരളി, കരുണാകരൻ്റെ മകനായ മുരളി. അദ്ദേഹത്തെ മാധ്യമം ഇൻ്റർവ്യൂ ചെയ്യുന്നു. അദ്ദേഹം സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെ പറ്റിയാണ് പറയുന്നത്. ഏതായാലും രണ്ടു പേർക്കും യേശുക്രിസ്തുവിനോട് വലിയ ബഹുമാനവും ഭക്തിയുമാണ് എന്നത് എന്നെ അല്പം ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഇലക്ഷൻ എടുക്കുമ്പോൾ സ്ഥാനാർത്ഥികൾക്ക് അന്യമത ആരാധനയോടും അന്യമത ദൈവസങ്കല്പങ്ങളോടും മുൻപൊരിക്കലും ഉണ്ടാകാതിരുന്നിട്ടുള്ള ഭക്തി പെട്ടെന്ന് ജനിക്കുന്നത് എന്നത് ഈ തരുണത്തിൽ പ്രസക്തമായൊരു ചോദ്യം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. രണ്ട് സാധ്യതകളിലൂടെയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ KP അപ്പൻ എന്ന് പറയുന്ന വളരെ ആദരണീയനായ സ്കോളറായിരുന്ന, കേരളം പരക്കെ ബഹുമാനിച്ച ലിറ്റററി ക്രിറ്റിക്കായിരുന്ന, എഴുത്തുകാരനായിരുന്ന അദ്ദേഹത്തെ പരിചയമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു ഭക്തനായിരുന്നു. അത് മറ്റാരെയും കാണിക്കാനോ മറ്റാരുടെയെങ്കിലും അംഗീകാരം അല്ലെങ്കിൽ സ്വീകാര്യത പ്രാപിപ്പാനോ അല്ല. അദ്ദേഹം ആത്മാർത്ഥമായി യേശുവിനെ അറിയുകയും ആദരിക്കുകയും ആരാധിക്കുകയും ഉള്ളിൽ ആരാധിക്കുക. അദ്ദേഹം പള്ളിയിൽ പോയിരുന്നില്ല. ഹോശന്ന ഞായറാഴ്ച പോയി കുരുത്തോല പിടിച്ച് നടന്നില്ല. ക്യാമറയുടെ മുമ്പിൽ നിന്ന് കൊടുത്തില്ല. എന്നാൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ഭക്തിയുള്ള ഒരു മാന്യദേഹമായിരുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടുവാനും ഇടപെടുവാനും അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തുവാനും എനിക്ക് ലഭിച്ച അവസരം ഞാൻ പ്രത്യേകമായി വിലമതിക്കുന്നതാണ്. എന്നാൽ സുരേഷ് ഗോപിയും മുരളിയും അങ്ങനെയല്ല. അവർ എന്തുകൊണ്ടോ യേശുവിന് കേരള രാഷ്ട്രീയത്തിൽ സ്വാതന്ത്ര്യമുണ്ട് എന്നവർ വിചാരിക്കുന്നു. യേശുവിന് സ്വാതന്ത്ര്യമുണ്ടോ ഇല്ലയോ എന്നത് പ്രശ്നമല്ലെങ്കിൽ തന്നെയും യേശുവിനോട് ഏതോ ഭക്തിയോ ആദരവോ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കുണ്ട് എന്നും അതുകൊണ്ട് അവരുടെ ആരാധനയിൽ ഒന്ന് പോയി മുഖം കാണിച്ചാൽ അല്ലെങ്കിൽ അവരുടെ കൂടെ കുരുത്തോല പിടിച്ച് 2 വാരം നടന്നാൽ വോട്ട് മലവെള്ളം പോലെ പാഞ്ഞു വരുമെന്നും ഉള്ള പ്രതീക്ഷയിലാണ്. ഇത് അഭിനയം ഒരു നല്ല കല തന്നെയാണില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അഭിനയത്തിന് അതിൻ്റേതായ വേദികളുണ്ടായിരിക്കണം. ആരാധനയും അഭിനയം ഒന്നാകുമ്പോൾ അതിൽ വലിയ അപാകതയുണ്ട് എന്ന് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ ഒരു സിനിമാ തിയേറ്ററിൽ നിങ്ങൾ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു നാടകം കാണാൻ പോകുമ്പോൾ അവിടെ ആരാധന നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നാടകത്തിനകത്തോ സിനിമയ്ക്കകത്തോ ആരാധന ചിത്രീകരിക്കും, അതല്ല. യഥാർത്ഥത്തിൽ മനുഷ്യർ അവിടെ സിനിമ ആരംഭിക്കുന്നു അല്ലെങ്കിൽ നാടകം ആരംഭിക്കുന്നു, ഉടനെ ഇപ്പുറത്ത് 100 പേര് നിന്ന് ആരാധിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ നിങ്ങൾ കാണാറില്ല. ഞാനിതുവരെ കണ്ടിട്ടില്ല, അങ്ങനെ കാണാൻ സാധ്യതയുമില്ല. അപ്പോൾ കലയും ആരാധനയും തമ്മിൽ ആരാധനയും കൂട്ടിക്കലർത്തരുത് എന്ന അടിസ്ഥാന തത്വം ഏവർക്കും അറിയാം. കാരണം എന്താണ്? രണ്ടും 2 വ്യത്യസ്തമായ പ്രതിഭാസങ്ങളാണ്. കലയിൽ പ്രഹസനമാണ്, അതിൽ സത്യമില്ല, യഥാർത്ഥ അനുഭവമില്ല. കല ആസ്വാദ്യകരമാകുന്നത് തന്നെ അത് യാഥാർത്ഥ്യബോധത്തിൽ നിന്ന് അല്പനേരം നമുക്ക് വിടുതൽ നൽകുന്നു എന്നതുകൊണ്ടാണ്. നാം സിനിമ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ നാടകം കാണാൻ പോകുന്നത് ലോക യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെപ്പറ്റി കണ്ണുനീർ വാർക്കാനല്ല. അതിനെ അല്പനേരം മാറ്റി നിർത്തിയിട്ടൊന്ന് ആശ്വസിക്കാനും ഒന്ന് ചിരിക്കുവാനും ഒന്ന് ശ്വാസം വിടുവാനും ഒക്കെയാണ്. എന്നാൽ ആരാധന അങ്ങനെയല്ല. ആരാധന മനുഷ്യ ജീവിത അവസ്ഥയുടെ സത്യമായ അവസ്ഥ എന്താണ് എന്നതിനെ നിരന്തരം ദൈവസന്നിധിയിൽ അറിയുവാനും അതിനോടുള്ള ഉത്തരവാദിത്വ ബോധം പുതുക്കുവാനുമാണ് നാം ആരാധനയ്ക്ക്. അത് ആരാധനയാണെങ്കിൽ. എന്നാൽ അങ്ങനെയുള്ളൊരു അനുഭവത്തിൽ, പ്രത്യേകിച്ച് ഈ ഹോശന്ന ഞായറാഴ്ച പോലെയുള്ള സമയത്ത്
രാഷ്ട്രീയക്കാർ ഇന്നവിടെ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർക്കറിയാം ക്രിസ്ത്യാനികൾ ബഹുഭൂരിപക്ഷം ഇപ്പോൾ പള്ളിയിൽ സാധാരണ പോകാറില്ല. എന്നാൽ എല്ലാവരും പള്ളിയിൽ പോകുന്ന ചില ദിവസങ്ങളുണ്ട്. അതിലൊന്ന് ഹോശന്ന ഞായറാഴ്ചയാണ്, മറ്റൊന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്, വേറൊന്ന് ഈസ്റ്ററാണ്, മറ്റൊന്ന് ക്രിസ്മസാണ്. അതുകൊണ്ട് ഈ അവസരങ്ങളിൽ പോയാൽ കൂടുതൽ മീൻ പിടിക്കാം എന്ന ഒരേ ഒരു ലക്ഷ്യത്തിലാണ് പോയത് എന്നതിനെപ്പറ്റി പ്രത്യേകിച്ച് സംശയമോ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിലൊരു വൈകല്യമുണ്ട് എന്നത് തിരിച്ചറിയാൻ എന്തുകൊണ്ടാണ് ആളുകൾക്ക് കഴിയാതെ പോകുന്നത്, അല്ലെങ്കിൽ കഴിയുമെങ്കിലും എന്തുകൊണ്ടാണ് മടിക്കുന്നത്, പേടിക്കുന്നത് എന്ന് നാം ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനിയും ഇത് മുൻപ് ഒരിക്കലും ഇല്ലാതിരുന്നത് പോലെ ഇങ്ങനെയുള്ള നാടകീയമായ എന്താണ് പറയുന്നത് തന്ത്രങ്ങൾ വോട്ട് കൊതിച്ചുകൊണ്ട് പരിശുദ്ധമെന്ന ക്രിസ്ത്യാനികളും എല്ലാവരും ധരിക്കുന്ന ആരാധനാ മധ്യത്തിൽ അല്പം പോലും ആത്മാർത്ഥതയില്ലാതെ അവതരിപ്പിക്കുന്നതിൻ്റെ യുക്തി എന്താണ് എന്ന് അല്പം ഒന്ന് പരാമർശിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ഒരു 10 വർഷത്തിന് മുൻപ് ഒരു ഹോശന്ന ഞായറാഴ്ച ഈ ഈന്തപ്പനയും പിടിച്ചുകൊണ്ട് ഒരു അക്രൈസ്തവനായ രാഷ്ട്രീയ നേതാവ് വിശ്വാസികളുടെ കൂടെ പള്ളിയിലേക്ക് ഘോഷയാത്ര നടത്തുകയും അവിടെ ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു സാധ്യതയുണ്ടായിരുന്നില്ല. ഇപ്പം കൺവെൻഷനിലൊക്കെ പോയിരുന്നു, അല്ലാതെ ഞായറാഴ്ച ആരാധനയിൽ ജനങ്ങളുടെ കൂടെ തന്നെ പന്തിയിൽ നിന്ന് കുരുത്തോല പിടിച്ച് അവരുടെ കൂടെ നടന്ന് അകത്തേക്ക് പോയി ഭക്തിയാദരവുകൾ കാണിക്കുന്ന ഒരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്കറിയാവുന്നിടത്തോളം ഓർമ്മയിലുള്ളിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് കൂടി വരുന്നത്? എന്തുകൊണ്ടാണ് ഇത് കൂടിക്കൂടി വരുമ്പോൾ ഇതിൽ അപാകതയുണ്ട് എന്ന് ജനം മനസ്സിലാക്കുന്നത്? ജനവും മനസ്സിലാക്കുന്നില്ല, പുരോഹിതനും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ പുരോഹിതരും മനസ്സിലാക്കുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സത്യാനന്തര പൊളിറ്റിക്സ്, പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ സത്യത്തിന് അല്പം പോലും വിലയില്ല. രാഷ്ട്രീയത്തിൽ സത്യത്തിന് ഒരു വിലയുമില്ലാത്ത ഒരു കാലഘട്ടമായി. ഇവിടെ സത്യത്തിനല്ല, അഭിനയത്തിന് മാത്രമാണ് വില. ജനവും പ്രതീക്ഷിക്കുന്നത് ആത്മാർത്ഥതയോ സത്യവുമല്ല. അവർ പ്രതീക്ഷിക്കുന്നത് പ്രതീതിയും നാടകവും അഭിനയവുമാണ്. അതിന് മാത്രമേ വിലയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഗ്ലാമർ. ഇപ്പോൾ ഒരു നടൻ ഞങ്ങളുടെ പള്ളിയിൽ വന്നു, ഞങ്ങളുടെ ആരാധനയിൽ ഞങ്ങളുടെ കൂടെ നടന്ന് കുരുത്തോല പിടിച്ച് സഹകരിച്ചു എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായ വില കൊടുക്കുന്നതിൻ്റെ കാര്യം സുരേഷ് ഗോപിയുടെ ആത്മാവിനും സാധാരണ ഒരു വിശ്വാസിയുടെ ആത്മാവിനും രണ്ട് വിലയാണ് എന്നതുകൊണ്ടല്ല, സുരേഷ് ഗോപിക്ക് കുറച്ചുകൂടെ ഗ്ലാമറുണ്ട് എന്നതുകൊണ്ടാണ്. ഈ ഗ്ലാമർ കൊണ്ട് യേശുവിൻ്റെ കുടുംബത്തിനോ എന്തെങ്കിലും പ്രത്യേകമായ താല്പര്യമുണ്ടോ എന്നാരും ചിന്തിക്കുന്നില്ല. ഗ്ലാമറിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഗ്ലാമർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സമനില തെറ്റിപ്പോകും, ഞങ്ങൾ സാഷ്ടാംഗമായിട്ട് നമസ്കരിക്കും. അങ്ങനെയുള്ള ഒരു സാംസ്കാരിക പാപ്പരത്വത്തിന് കേരളത്തിലെ വിശ്വാസ സമൂഹം ഇരയായി കഴിഞ്ഞിരിക്കുന്നു. ഇത് ഒരു ഭാഗമാണ്. മറ്റു ഭാഗം സത്യാനന്തര പൊളിറ്റിക്സ്, പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ്. രാഷ്ട്രീയത്തിൽ സത്യത്തിന് അല്പം പോലും വില കൽപ്പിക്കേണ്ട. സത്യം രാഷ്ട്രീയത്തിൽ ഒരു ലയബിലിറ്റിയാണ്, ഒഴിവാക്കേണ്ട ഒരു ഭാരമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇത് രണ്ടും കൂടെ സമന്വയിച്ചപ്പോൾ എന്തുമാകാം എന്നായി. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ കരുതുകയാണ്. രണ്ടാമത്, ഇത് കേരള ക്രിസ്തീയ സമൂഹവും സംഘപരിവാറും തമ്മിലുള്ള പരസ്പര പാലം പണിയുന്നതിൻ്റെ ബൃഹത്തായ തന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ്.
അതിൻ്റെ മറ്റേ ഭാഗമാണ് യൂലിയോസ് മെത്രാൻ അമ്പലത്തിൽ പോയി ഉണ്ണിയപ്പം തിന്നത്. അപ്പോൾ പാലം പണിയുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് പണിയുന്നതാണല്ലോ നല്ലത്. ഇപ്പോൾ പെട്ടെന്ന് പാലം പണിയാം. ഇവിടെ നിന്ന് സുരേഷ് ഗോപി അങ്ങോട്ട് പാലം പണിയുന്നു, കുരുത്തോല പിടിച്ചുകൊണ്ട് പാലം പണിയുന്നു. അവിടെ നിന്ന് യൂലിയോസ് മെത്രാൻ അതേ പാലം ഇങ്ങോട്ട് പണിയുന്നു, ഉണ്ണിയപ്പം കടിച്ചുകൊണ്ട് പാലം പണിയുന്നു. അപ്പോൾ കുരുത്തോലയും ഉണ്ണിയപ്പവും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ പാലമായി. അപ്പോൾ ഇതിൽ ഒരു വലിയ ഒരു മർമ്മം, ഒരു തന്ത്രം, ഒരു ലക്ഷ്യം അടങ്ങിയിട്ടുണ്ട് എന്നതും സാമാന്യ ബുദ്ധിയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ സുരേഷ് ഗോപി ഇവിടെ അഭിനയിക്കുന്നു, യൂലിയോസ് മെത്രാൻ അവിടെ അഭിനയിക്കുന്നു. ഇവർ രണ്ടുപേരിൽ ആരാണ് മികച്ച നടൻ, മേൽത്തരമായ നടൻ? സുരേഷ് ഗോപിയാണോ നമ്പർ 1 ആക്ടർ, അതോ യൂലിയോസ് മെത്രാനാണോ നമ്പർ 1 ആക്ടർ എന്നതിനെപ്പറ്റി ഒരു ജൂറി ഉണ്ടായിട്ട് ഇത് സമഗ്രമായി പരിഗണിച്ച് ഒരു അവാർഡ് കൊടുക്കേണ്ട ഒരു 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 തത്വം, ഒരാവശ്യം ഇവിടെ നിൽപ്പുണ്ട്. അതിന് അർഹതയാണ്. ഒരു അവാർഡിന് ഇവർ രണ്ടുപേരും അർഹരാണ്. എൻ്റെ അഭിപ്രായത്തിൽ അവാർഡ് ഉണ്ടെങ്കിൽ യൂലിയോസ് അത് തട്ടിക്കൊണ്ട് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിഞ്ഞുകൂടാ, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി എനിക്ക് ആധികാരികമായ ഒരു അഭിപ്രായം പറയാനുള്ള കഴിവില്ല, ഞാൻ അജ്ഞനാണ്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, സുരേഷ് ഗോപി ഈ ഹോശന്ന ഞായറാഴ്ച അവിടെ ആരാധിക്കാൻ പോകുന്നു. ഹോശന്ന ഞായറാഴ്ച എന്താണെന്ന് സുരേഷ് ഗോപിക്കോ വേണ്ട, അവിടെ ആരാധിക്കാൻ വരുന്ന ക്രിസ്ത്യാനികൾക്കോ വിശ്വാസികൾക്കോ, അതും വേണ്ട വിശ്വാസികളെ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത് നയിക്കുന്ന പുരോഹിതനോ എന്തെങ്കിലും ബോധമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? അതുകൊണ്ട് അത് മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു ചിന്ത മാത്രം ഞാൻ നിങ്ങളുമായി പങ്കിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്താണ് ഈ ഹോശന്ന ഞായറാഴ്ച? നിങ്ങൾക്കറിയാം, യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ 3-3.5 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കി. ചരിത്രപ്രധാനമായ, അതുല്യമായ, അപ്രമേയമായ ഒരു വലിയ ദൗത്യം തൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക കൊണ്ട് ഒരു വ്യക്തിക്ക് ഒരു ദൗത്യ നിർവഹണത്തിന് എന്തു വില കൊടുക്കാം അതിൻ്റെ പരമകോടി കൊടുത്ത് തൻ്റെ ജീവിതത്തെ അതിനുവേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ച് തൻ്റെ വ്യക്തിത്വത്തിൻ്റെ, തൻ്റെ അസ്തിത്വത്തിൻ്റെ ഓരോ കണികയും അതിനുവേണ്ടി മാത്രം പ്രയോഗിച്ച് ചെലവിട്ട് ഒന്നും അതിൽ നിന്ന് മാറ്റിവെക്കാതെ തൻ്റെ സ്വത്വമെന്ന് പറയുന്നത് അതിലേക്ക് നൈവേദ്യമായി ഒഴിച്ച് പിതാവിൻ്റെ ഹിതത്തെ 100% അതിൽ അല്പം പോലും വ്യത്യാസം വരുത്താതെ അനുസരണം തികച്ച് സകല മനുഷ്യജാതിയുടെയും നന്മയ്ക്കും സന്തോഷത്തിനും പ്രത്യാശയ്ക്കും വേണ്ടി തന്നെ തന്നെ ബലിയായി അർപ്പിക്കുന്ന ഈ അതുല്യമായ ദൗത്യത്തിൻ്റെ പരിപൂർണതയിലേക്ക് യേശു പ്രവേശിക്കുകയാണ്. ഇതിനു മുൻപ് ഇങ്ങനൊരു സംഭവം ഉണ്ടായില്ല. ഇത് ഒരിക്കൽ മാത്രം സംഭവിച്ചതാണ്, ഒരിക്കൽ മാത്രം സംഭവിക്കാവുന്നതാണ്. കാരണം എന്താണ്? ഇങ്ങനെ ഒരു സംഭവം അർത്ഥവത്തായി സത്യസന്ധമായി നടക്കണമെങ്കിൽ അതിൻ്റെ പിറകിൽ അതുപോലെ അതുല്യവും അഭൗമമായ ഒരനുഭവമുണ്ടാകണം, ഒരു വലിയ ദൗത്യമുണ്ടാകണം, ഒരു മാനവരാശിക്ക് ആകമാനം നന്മ വരുത്തുന്ന ഒരു നേട്ടമുണ്ടാകണം. അല്ലാത്തിടത്തോളം ഇത് നാടകമാണ്. യേശു യെരുശലേമിൽ പോയി, കഴുതപ്പുറത്ത് കയറിപ്പോയി, ജനം അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും സിഗ്നിഫിക്കൻസ് കണ്ട് ആവേശഭരിതരായി. അവർ അതിനോട് ചേർന്ന് അവരുടെ സന്തോഷവും ആവേശവും പ്രത്യാശയും എല്ലാം പ്രകടിപ്പിക്കുമാർ അവർ ആർപ്പ് വിളിച്ചു. അവർ ആ സന്ദർഭത്തിൻ്റെ ആത്മീയമായ ഉള്ളടക്കത്തെ അവരുടെ എല്ലാം കൊണ്ട് മാനിച്ചു. കഴുതയ്ക്ക് നടക്കാൻ സ്വന്തം വസ്ത്രം വിരിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അവരുടെ ആവേശം എന്തായിരുന്നു നമുക്ക് മനസ്സിലാകാം. അങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിന് സമമായ, അതിനർത്ഥം കൊടുക്കുന്ന ഒരു വലിയ
അനുഭവവും ദൗത്യവും നേട്ടവും അതിൻ്റെ പിറകിലുണ്ടാകണം. വർഷത്തിലൊരിക്കൽ സഭകളിൽ ഹോശന്ന ഞായറാഴ്ച ഓർമ്മിക്കുമ്പോൾ ഇങ്ങനെ കുരുത്തോലയും പിടിച്ച് നടന്നാൽ അത് വാസ്തവത്തിൽ അന്ന് സംഭവിച്ച മഹനീയമായ ചരിത്ര സംഭവത്തെ പല്ലിളിച്ച് കാണിക്കുന്നതിന് സമമാണ് വാസ്തവത്തിൽ. ഇതിൽ പങ്കെടുക്കുന്ന ഒരുത്തിന് പോലും പുരോഹിതൻ തൊട്ട് അയ്മേനി വരെ ഇതെന്താണെന്ന് അനുഭവത്തിൽ കൂടെ അറിഞ്ഞുകൂടാ. യേശു നിർവഹിച്ച ദൗത്യത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ആത്മീയമായ വ്യാപ്തിയും ഗാംഭീര്യവും അതിൻ്റെ അനന്തമായ പ്രസക്തിയും എന്താണ് എന്നതിനെപ്പറ്റി ഒരു നിമിഷം പോലും ചിന്തിക്കാത്ത ആളുകളാണ് ഈ കുരുത്തോലയും പിടിച്ചുകൊണ്ട് നടക്കുന്നത്. മനസ്സിലാക്കണം. അത് കുരുത്തോലയും പിടിച്ച് എവിടാണ്? ഈ ദേവാലയത്തിന് ചുറ്റും എടുത്ത് വട്ടം കറക്കുകയാണ്. യേശു അങ്ങനെയല്ല. യേശു നിരത്തിൽ കൂടെയാണ്, പൊതുനിരത്തിൽ കൂടെയാണ്, ജീവനെ പണയപ്പെടുത്തിക്കൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആ ഞായറാഴ്ച, ആ ദിവസം യെരുശലേമിൽ ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് വന്ന് തിങ്ങി അവിടെ ക്രമസമാധാന പാലനം തന്നെ അപകടത്തിലായിരിക്കുന്ന വിധത്തിൽ ആളുകൾ കൂടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്രകാരം ഒരു കോളിളക്കം സൃഷ്ടിച്ചാൽ അതിൻ്റെ പരിണിതഫലം ഭീകരമായിരിക്കും. ജീവൻ പോകാൻ അത് മതി. അതിന് പകരം ഈ പള്ളിയുടെ ചുറ്റുമിട്ട് വട്ടം കറക്കിയാൽ അത് ഹോശന്നായാകും എന്ന് പറയുന്ന ഈ ഒരു പീറത്തരം ഒരു പുരോഹിത വർഗത്തിൻ്റെ മനസ്സിലേ ഉണ്ടാകത്തുള്ളൂ. ഇതൊരു നാടകമാണ്. ഇത് ആരാധനയല്ല, ഇതൊരു നാടകമാണ്. നമ്മൾ ചെറുപ്പം മുതലേ ഇത് കണ്ട് പഠിച്ചത് കൊണ്ട് ഇതിനകത്ത് കൊണ്ട് വലിയ ആത്മീയമായ കൊഴുക്കട്ടയുണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതിലൊന്നുമില്ല. അപ്പോൾ ഈ നാടകത്തിൽ അച്ഛനേക്കാൾ അഭിനയിക്കാൻ പ്രാവീണ്യമുള്ള സുരേഷ് ഗോപി വന്നു. അത് ഏറ്റവും ഉചിതമാണ്. പക്ഷേ ഒരപാകതയുള്ളത്, അച്ഛന് പകരം സുരേഷ് ഗോപിയാണ് നടത്തേണ്ടിയിരുന്നത്. അദ്ദേഹം ഇത് മനോഹരമായിട്ട് നടത്തിയേനെ. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ നടത്തിയേനെ. എന്തൊക്കെ ഹോശന്നായ്ക്ക് പകരം അദ്ദേഹം വേറെ വല്ലവർക്ക് ആയിരിക്കും പറയുന്നത്. എന്ത് പറയുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് എന്താണ് നാം കാട്ടിക്കൂട്ട്? യഥാർത്ഥത്തിൽ ഹോശന്ന എന്ന് പറയുന്ന ആശയത്തിൻ്റെ ആ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ പ്രത്യേക ഘട്ടത്തിൽ നിൽക്കുന്ന ആത്മീയമായ ഗാംഭീര്യത്തിൻ്റെ ഒരു വാങ്ങൽ മനസ്സിലാക്കാൻ, അത് മനസ്സിലാക്കിയിട്ട് അതിനെ ബഹുമാനിപ്പാൻ കഴിവോ താല്പര്യമുള്ള ആരെങ്കിലും അതിൽ പങ്കെടുക്കുന്നുണ്ടോ? സഭയ്ക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും കാര്യം അറിയാമോ? ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ സുവിശേഷങ്ങളൊന്ന് വായിച്ചു നോക്കൂ. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ നിർവഹിച്ചത് മുഴുവനും വെളിമ്പ്രദേശത്താണ്, ദേവാലയങ്ങളുടെ പരിസരങ്ങളിലല്ല, മനുഷ്യരുടെ ഇടയിലാണ്. വീടുകളിൽ, റോഡ് സൈഡിൽ, വഴിയോരങ്ങളിൽ, മലഞ്ചെരുവിൽ, കടൽ തീരത്ത്, കുന്നിൻ ചെരുവിൽ, വൃക്ഷങ്ങളുടെ തണലിൽ, മറ്റും മനുഷ്യൻ കെട്ടിയുണ്ടാക്കിയ കോട്ടയ്ക്കുള്ളിലോ കെട്ടിടങ്ങൾക്കുള്ളിലോ 4 ഭിത്തികൾക്കുള്ളിലോ നിന്നല്ല യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ നിർവഹിച്ചതും പൂർത്തീകരിച്ചതും. അവസാനം അവനെ ക്രൂശീകരിച്ചത് ഗോൽഗോഥ എന്ന് പറയുന്ന കുന്നിൻ്റെ മുകളിലാണ്. അവിടെ എന്ത് കെട്ടിടമാണുള്ളത്? പക്ഷേ പുരോഹിതൻ എന്ത് ചെയ്തു? ഇതെല്ലാം കെട്ടിടത്തിനുള്ളിലും പള്ളിയുടെ വളപ്പിലും അവൻ വളച്ചൊടിച്ച് കെട്ടി ഇട്ടു. അവൻ്റെ സ്വകാര്യ സ്വത്താക്കി മാറ്റി. ഇത് നിങ്ങളിതിൻ്റെ ഏത് ഭാഗം നോക്കിയാലും ഇത് മുഴുവനും വക്രീകരിക്കപ്പെട്ടു. ബാഹ്യമായ പ്രകടനങ്ങൾ മാത്രം നിലനിർത്തി ആന്തരികമായ അർത്ഥത്തെ 100% ഒഴിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഇത് അഭിനയത്തിൻ്റെ വേദിയാണ്. അവിടെ സുരേഷ് ഗോപി വന്നില്ലെങ്കിൽ സുരേഷ് ഗോപി മണ്ടനാണ്. അവിടെ ഏറ്റവും പ്രസക്തമായ വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ ആണെന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പാലം പണിയുന്ന പരിപാടിയാണ്. 2 പ്രധാനപ്പെട്ട ശില്പികളാണ് ഈ പാലം പണിതുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സുരേഷ് ഗോപി കുരുത്തോലയും കൊണ്ട് നടക്കുന്നു. അവിടെ യൂലിയോസ് മെത്രാൻ ഉണ്ണിയപ്പം തിന്നുകൊണ്ട് വരുന്നു. ഇവർ രണ്ടുപേരും ഈ പാലത്തിൻ്റെ നടുവിൽ വന്ന് മുട്ടുമ്പോൾ കേരളത്തിൽ ഒരു കളി കളിക്കും. അത് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നന്ദി.